السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فاتقوا الله عباد الله. സഹോദര സഹോദരിമാരെ, സർവലോക സൃഷ്ടാവായ സർവലോകത്തെയും അതിലുള്ള ചരാചരത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കടെ നിയന്ത്രിക്കുന്നതായ ആ പടച്ച റബ്ബുടെ എല്ലാ സന്ദർഭത്തിലും ഓർത്തിട്ട് തഖ്വത്തോടുകൂടെ ജീവിക്കണോ, അതുപോലെ അമലാക്കുന്ന ചെന്നിട്ട് എന്റെ കൂടെ അതേപോലെ നിങ്ങളെ ഓരോരുത്തരും കൂടെ നാണ് വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങളെ പടച്ചത് അവന്റെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് ചൊല്ലിയ വർഗത്തെയും ഇൻസ് ചൊല്ലിയ വർഗത്തെയും ജന്തു വർഗത്തെ നക്ക ഇബാദത്ത് എടുക്കുക അല്ലാണ്ട് നാണ് പഠിച്ചിട്ടില്ലേ ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയത്. അപ്പൊ സദാ സമയം അവന്റെ ആ അള്ളാഹുടെ ഇബാദത്ത് എടുക്കുന്ന കണക്കായിട്ടിക്കണം.
அவங்க எடுக்கிற இபாதத்து அவனுடைய ஆராதிக்கிறதாயிட்டிக்கிறது. ഇബാദത്ത് ചൊല്ലുന്നത് ഏതുണ്ട് അത് പഠിച്ച റബ്ബു മാത്രമേ സീമിതായത്. ആ ഇബാദത്ത് എടുക്കുമ്പോൾ പലതരത്തിലുള്ള ഇബാദത്തും ഉണ്ടാവും. ഞങ്ങൾ ഒരു കച്ചവടാക്കുമ്പോൾ ഹലാലായ ഒരു കച്ചവടം ഞങ്ങ നേരായ ഒരു കച്ചവടം ഞങ്ങൾ ആക്കുമ്പോൾ അതോടെ ഇബാദത്തിൽ പെട്ട് ചെന്ന് പഠിച്ച റബ്ബിടെ കൊടുത്തിട്ട് നേരായ കച്ചവടം, കളവില്ലാത്ത കച്ചവടം. അതേപോലെ നടക്കുമ്പോഴത്തേക്കും കിടക്കുമ്പോഴത്തേക്കും അതുപോലെ നിൽക്കുമ്പോഴത്തേക്കും അള്ളാഹുടെ സ്മരണ അവിടെ നമുക്ക് എപ്പോഴും ആ സ്മരണ ഉണ്ടാവും അല്ലെ. അവിടെ ഞങ്ങൾ ഓർക്കണം, അവിടെ വിക്രാക്കണം, ഞങ്ങൾ വിക്രി ചൊല്ലണം. വിക്രി ചൊന്നെങ്കിൽ അവിടെ സദാ നനപ്പാക്കിക്കൊണ്ടിരിക്കരുത്. നമുക്ക് വലിയ രക്ഷ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടിയ ആ ടൈമും അള്ളാഹു തന്ന ആയുസ്, ആ ആയുസിനെ അള്ളാഹുടെ തരുന്ന അള്ളാഹുടെ പേടിച്ചിട്ട് അതോടുകൂടെ ആ ഇബാദത്തിലായിട്ട് ഞങ്ങൾ തീർക്കണായി. ഇന്ന് ചില മക്കൾ സദാ മക്കൾ ഇപ്പൊ റജ കിട്ടിയ ടൈമായിട്ടിക്കത്. അതേപോലെ വലിയ ഞങ്ങൾക്ക് ചില റജ എല്ലാം ഉണ്ടാവും. ഞങ്ങൾ ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ആക്കോ തീരാത്തത് ഞങ്ങൾക്ക് ഈ ഫ്രീ ടൈമിൽ ഞങ്ങൾക്ക് എന്ത് പിന്നെ ഞങ്ങൾക്ക് ആക്കോ സാധ്യത ഉണ്ടാവും. അതിൽ ഒന്നായിട്ട് ഇബാദത്ത് ഞങ്ങൾക്ക് യാറ എടുക്കുമ്പോ ഒരു സന്ദർഭമായിട്ട് നമുക്ക് ഈ ബിടുവ് ടൈം അല്ലെ, ഫ്രീ ടൈം ചെന്നുണ്ടായെങ്കിൽ അത് നമുക്ക് ബാക്കി ടൈമിൽ എടുക്കും ആവത്തതും ആ സന്ദർഭത്തിൽ നമുക്ക് എടുക്കാൻ സാധ്യത ഉണ്ടാവും. അതൊന്നും ഞങ്ങൾ മനസ്സിലാക്കാനായിട്ടിക്കണം. ഞങ്ങളെ മക്കളെ റജല സന്ദർഭത്തില് വേണ്ടാത്ത അകത്തെ ഇല്ലാത്തതുക്ക് അള്ളാഹു തന്നെ ആ സമ്പത്തിനെ അനാവശ്യമായി ചെലവാക്കണ്ടു. എവിടെ ഓടുക അനാവശ്യം ഇല്ലാത്ത അകത്തെ ഇല്ലാത്ത പ്ലേസ് കൂട്ടിപ്പോയിട്ടു. പിന്നെ അങ്ങനെ കൈ വിട്ടിട്ട് ഇന്ന് ഞങ്ങളെ കണ്ണിൽ കണ്ടിട്ടുള്ള ഒരുപാട് മക്കളെ ജീവ പോണ്ടതും തന്നിൽ മുങ്ങിട്ട ഇന്നിത്തരമാ നമുക്ക് അനത് കൊടുക്കട ആ ഉപദേശ ആ മക്കൾ പഠിപ്പെട്ട സംസ്കാര ഞങ്ങൾ അത് നല്ലത് വേണമായിട്ടിക്കണം. ഞങ്ങൾ ആക്കിട്ട് ആ മക്കൾ ഞങ്ങൾ കാട്ടി കൊടുക്കണമായിട്ടിക്കണം. ഇന്ന് ഞങ്ങളെ കണ്ണു മുന്നുള്ള കണ്ടിട്ടുള്ളത് എത്ര മക്കളല്ല തന്നിൽ പോന്നിട്ട് മരിച്ചതും ആക്സിഡന്റ് പോലാത്തത്. എന്റെ ചൊന്ന പോലെ കേക്കില്ല. ഉമ്മ ബാപ്പമാരുടെ വിലയില്ലാത്ത കാലഘട്ടമായിട്ടിക്കടേ അല്ലേ, ഹിരിയാങ്ക് വില കൊടുക്കാത്ത ഒരു കാലഘട്ടമായിട്ടിക്കടേ. എന്ത് ഇങ്ങനെ വന്ന് ഞങ്ങളെ സദാ എല്ലാ ജാഗ്രത ഏത് മാധ്യമം നോക്കണ്ടായെങ്കിൽ മുസ്ലിം മക്കളെ പേരായിട്ടിക്കിടേണ്ടത്. അള്ളാഹു തൃപ്തിപ്പെട്ട ദീന് ഇസ്ലാം ദീന് മാത്രമായിട്ടിക്കടേ. ആ ഇസ്ലാം ദീന് ചില ശിഷ്ടാചാരമുണ്ട്. അതിന് കവിഞ്ഞിട്ടായിട്ടിക്കട ഞങ്ങളെ ചില മുസ്ലിം ബാലക്കാർ മക്ക ഉമ്മ പോണ് വില കൊടുക്കാണ്ട് അനക്ക് ഇഷ്ടമെന്ന പോലെ പോണ്ടത്. ഇത് ഞങ്ങൾ കാലത്ത് ഞങ്ങൾ ചെമ്മ ഞങ്ങൾ ജാഗ്രത ആക്കാനായിട്ടിക്കട്. ഉമ്മ ബാപ്പ മാറുക ഉസ്താദ് മാറുക ഹിരിയാക്ക് വില കൊടുത്തില്ലണ്ടായെങ്കിൽ അനക്ക് നാശം ഉണ്ടാവും. അത് ഞങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു ഞങ്ങളെ മക്കൾ എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. പെട്ടെന്ന് സംഭവിച്ചു പോണ്ട എല്ലാ മരണത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നിട്ടും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഉമ്മ ബാപ്പമാര് അങ്ങ ചൊന്നതുപോലെ ഞങ്ങൾ കേൾക്കണം. ഉമ്മ ബാപ്പമാര് എവിടെ കടത്തിട അവിടെയാ പോണു. ഇന്ന് പോയ അവിടെ ഞങ്ങൾ ആറ്റിപ്പിടുക തീരാ. മക്ക എവിടെ പോണ്ടോ അവിടെ ഞങ്ങൾ ആറ്റിപ്പിടുക തീരാ. ഞങ്ങൾ എവിടെ ആട്ട അവിടെ മാത്രം പോണു. അത്ര ശിസ്തുബദ്ധമായിട്ട് ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നതായിട്ടിക്കത്. കാരണം വേണ്ടാത്ത ഡ്രഗ്സ് പോലാത്തതൊക്കെ അമൽ പദാർത്ഥ ഉപയോഗമാക്കിയിട്ട് മക്ക എവിടെ ചെറുത് മൂന്നിട്ടും മക്കളെ ജീവ പോലെ നാശമായിട്ട് പോണ്ട്. മാത്രല്ല മക്ക ആക്കട പണി കൊണ്ടിട്ട് ഉമ്മ ബാപ്പമാര് ഒരു ഫാമിലി കുടുംബത്തിൽ പോലും നാണക്കേട് ബേജാറില് അങ്ങനെ എപ്പോഴും ബേജാറിലേക്കുള്ള ഒരു കാലഘട്ടം ഞങ്ങളെ മുന്നിൽ കണ്ടു വന്നിട്ടുള്ളത് ഇപ്പൊ. അപ്പൊ റജയുടെ ടൈം ഞങ്ങൾക്ക് നല്ലതുക്ക് മാത്രമേ ഉപയോഗമാക്കാവൂ. ഉദാഹരണക്ക് അള്ളാഹുടെ കതിരെ ആറ് മുന്നൂറ്റഞ്ഞിൽ പോകുന്ന ആർക്ക് സാധ്യം ഉണ്ടാവല്ലേ ആയെങ്ക നങ്ങ കൊടുക്കുക ആ ഉപദേശ ഇന്ന് വൈക്കാൽ വിട്ട പോകുമ്പോ അതുപോലെ എത്ര ഓട് ആക്സിഡന്റ് കൊടുത്തിട്ട് ഓട് തീർന്നത് ഓട് പട്ടാവോട് അത്ര ഓട് പട്ടത് അത്ര കൺട്രോൾ ആക്കാൻ സാധ്യമില്ലേ. കണ്ട് ഞങ്ങളെ കണ്ണു അത്ര ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ എത്ര പച്ച ഞങ്ങൾ എത്ര മക്കളെല്ലാം മരിച്ചു പോയിട്ടുള്ളൂ. എന്തുകൊണ്ടിട്ട് അത് മീരിയത് കൊണ്ടിട്ടു. അങ്ങനെ ഒരിക്കലും ഉണ്ടാവത് ഞങ്ങൾ ഭാര്യ ജാഗ്രത ആക്കണു. എന്ത് ഞങ്ങൾ ഫാസ്റ്റ് പോറും. ഉമ്മ ബാപ്പമാര് ചൊല്ലു കൊടുക്കുന്നതിന് ജാഗ്രതയിൽ മെല്ലെ പോകുന്നുണ്ട്. അതിലെ കഴിഞ്ഞത് നാനടക്കമായിട്ട് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ മുന്നോട്ട് ഇന്നെ വലിച്ചിട്ട് പോകേണ്ടതും കൺട്രോൾ ആക്കത്തല്ല. പിന്നെ ആക്സിഡന്റ് പോലത്തത് അല്ലേ.
ഇതേ പറ്റി ഞങ്ങൾ ബാരി ജാഗ്രത ആക്കണു. ഇന്ന് രജന കാലത്തിൽ മക്കൾ തെച്ചിട്ട് നല്ല ഉപദേശാക്കുള്ള ടൈം ആയിട്ട് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ടിട്ട് ഞങ്ങളെ മക്കളെ നല്ല ഒരു സംസ്കാര ദീനിയായ ബോധം കൊടുത്തിട്ട് അങ്ക് നല്ല മര്യാദ പഠിപ്പാട്ടിട്ട് നല്ല ഇസ്ലാമിലെ ശിഷ്ടാചാരത്തിൽ വിലയുന്ന അങ്ക് ഞങ്ങൾ ക്ലാസ് കൊടുക്കാനായിട്ട് ഞങ്ങളെ സ്വന്തം ഞങ്ങളെ ഔത്തുലരിച്ചിട്ട് ഇന്ന് ഞങ്ങൾ വിഷയാക്കുന്നത് എൽമു ദീനിയായ എൽമു. ഈ സന്ദർഭത്തിൽ നമുക്ക് യാറ എൽമു പഠിക്കുന്ന ഒരു സന്ദർഭമായിട്ടിക്കട് രജകാലത്ത് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കടെ വിട്ടിട്ട് ആ ടൈമിൽ ഞങ്ങൾ നഷ്ടാക്കലൊക്കെ തീരാം. ദീനിയായ എൽമു ഞങ്ങൾ പഠിക്കണം. ദീന് മാത്രം ഇല്ലാണ്ടായി എന്തായി പോകും? ഇവിടെ ദീന് ഇല്ലാണ്ടായെങ്കിൽ ദീന് നിലനിൽക്കോ പോണ്ടില്ലേ, അമല സഹിയാവുക പോണ്ടില്ലേ? മതപരമായ ഇൽമു നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെന്ന ആവശ്യമുണ്ട് അല്ലെ? ആണും പെണ്ണും ഒക്കെ എല്ലാവരും ദീനിയായ ഇൽമു പഠിച്ചിട്ടേ വേണോ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ മര്യാദ. ഉമ്മാറ് ബാപ്പാറ് അള്ളാഹു ആറ്, ദീന് ചെന്നെങ്കില് നബി ചെന്നെങ്കിൽ ആറ് അല്ലെ, മുൻകഴിഞ്ഞു പോയ സലഫ് സാലിഹ്യങ്ങൾ ചെന്നെങ്കിൽ ആറ്. അങ്ങനെ ആദർശം ഏത് ചെന്നു മനസ്സിലാക്കാണ്ടായെങ്കിൽ മതപരമായ ദീന് ബോധന കൊടുത്തിട്ടേ വേണോ. ഞങ്ങളെ മക്കളെ ഒരു സ്വാലിഹായ മക്കളാക്കി ഞങ്ങൾ തീർക്കണോ. അത് ഞങ്ങളെ വലിയ ഭാഗ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലെ ചൊല്ലത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് അല്ലേ, സൂറത്തുൽ മുജാദില 11-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നിങ്ങളെ പൈക്ക് വിശ്വാസമുള്ളവ അതേപോലെ ഇൽമു കിട്ടണ ആറായിട്ടിക്കട. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെമ്മ പദവികൾ അല്ലാഹു ഏരിച്ചുപെട്ടാൻ ഇൽമുല്ലക്ക് അല്ലാഹു ഒരു ദർജ കൊടുക്കണം. ഞങ്ങൾ തീരുമാനിക്കണതല്ല അല്ലെ. ഒത്തനെ മേലാക്കുന്നതും ഒത്തനെ കീഴാക്കുന്നതും പഠിച്ച റബ്ബും മാത്രം വിട്ടത് മനുഷ്യന്മാരെ കൊണ്ടിട്ട് ആരും ഒത്തനെ മേൽ കീഴാക്കാൻ സാധ്യത ഉണ്ടാവാനെ. അള്ളാഹു ഒരു മനുഷ്യക്കുള്ളവരും അവന് ഒരു സ്ഥാനം വെച്ചിട്ടിക്കട. ആ സ്ഥാനത്തിൽ അവൻ നിൽക്കും. ഒരു മനുഷ്യര് പിന്നർത്ത എന്തെല്ലാം ചൊന്നിട്ട് ഗീബത്ത് നമീമത്ത് എന്തിനെ ചൊന്നെങ്കോ കളവ് ചൊന്നിട്ട് ഉണ്ടാക്കെങ്കോ പഠിച്ച റബ്ബിന്റെ തീരുമാനം ഉണ്ടാവും. അതല്ലാണ്ട് വേറെ ഒന്നാവോ പോകണ്ടല്ലോ. എന്റെ ആ ഫിത്തനാക്കി അവളും ആ കളവ് ചൊല്ലാവണോ ഗീബത്ത് നമീമത്ത് ചൊന്നവിടെ നഷ്ടത്തിൽ അവിടെ അല്ലാണ്ട് ചൊല്ലപ്പെട്ടവൻ എന്തോ ആയി പോകണ്ടല്ലേ. അത് ഞങ്ങൾ കൂടി മനസ്സിലാക്കണം അല്ലെ. ഞങ്ങൾ പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിച്ചിട്ട് അല്ലെ, ഈമാനോട് കൂടി ജീവിച്ചിട്ട് ഈമാനോട് മരിക്കലുണ്ടായെങ്കിൽ പരസ്പര സ്നേഹം ഞങ്ങൾക്ക് വേണം. പരസ്പരം പിരിച്ച വേണോ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ അല്ലെ, മുഅ്മിനീങ്ങളല്ല പരസ്പര സഹോദരന്മാരായിട്ട് ആ ഒരു ബോധം ഞങ്ങൾക്ക് വേണു. ഇന്ന് അതല്ല ഭാര്യ ദൂരായി പോയിട്ടുണ്ട്. ഒരുത്തരെ കണ്ടെങ്കിൽ പിന്നൊരുത്തരാവൂലേ അല്ലെ. അങ്ങനത്തെ അവസ്ഥ എന്റെ ഒരുത്തൻ ദീനുള്ളവിടെ കണ്ടെങ്കിൽ പിന്നൊരുത്തം ആവില്ല. നഞ്ഞു തറക്കട്ടെ ബന്ധുകൊണ്ട് കാലഘട്ടമായിട്ട് ഇപ്പ ഇസ്ലാം പരിപാട്ടത്തിന് ഈ ജണ്ട് നഞ്ച് ഒരു മനുഷ്യന്മാർ ഉണ്ടാവണം. ഈ നഞ്ച് നടക്കട്ടെ ജണ്ട് ഉണ്ടാവണം. ജണ്ടിൽ എന്റെ ഒരുത്ത ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ ഒരുത്ത ഇൽമു പഠിച്ചിട്ട് അതുപോലെ അതിന് അമലാക്കിയിട്ടുള്ള അതിന് ചൊന്നു കൊടുത്തിട്ടുള്ള അപ്പൊ നക്കു പറഞ്ഞു ആ അതിനെ കാട്ടി ആരെ നക്കു പഠിക്കുന്നു അങ്ങനെ നക്കാകൊണ്ട് ആ നഞ്ചി അത് ആറോപ്പത്തടിക്ക് പോണ്ടതല്ല. അങ്ങനത്തെ ഒരു ഹസദ് ഉണ്ടാവണം. എന്റെ അവള് ഇൽമു പഠിച്ചിട്ട് നല്ല ഇൽമു ചൊന്നു കൊടുത്തിട്ടുള്ളോ നല്ല ഇൽമു പഠിച്ചിട്ട് നല്ല ഇതാക്കിട്ടുള്ളല്ലേ നക്കു അങ്ങനെ ആക്കോണ്ട് ചൊന്നു അതൊരു നഞ്ച്. ആ നഞ്ചി ഇക്കട്ട്. അതേപോലെ ഒരു ശ്രീമന്ത നല്ല മുതലുണ്ടാവണം നല്ല എന്താക്കട ദാനധർമാക്കിക്കൊണ്ടിരിക്കട അതിനെ കണ്ട് നക്കു റാശ നക്കു അതേപോലെ ആക്കണോ അല്ലെ. അത് നല്ല ഒരു കാര്യമായിട്ടിക്കട്. ആ നഞ്ച് എന്തായിട്ടിക്കല്ലേ ശിക്ഷണീടാവുന്ന നെഞ്ചല്ല. അതല്ലാത്ത നെഞ്ച് നടക്കട്ടെ നമുക്ക് ആർക്കും ഉണ്ടാവോ തീരാ. പരസ്പര സ്നേഹമാണ്. ഒരുത്ത മേലായി പോയ ഒരുത്ത ശ്രീമന്തായി പോയ ഒരുത്തെല്ലാം നല്ല നല്ല ഒരു സൗഭാഗ്യം ഉണ്ടായിട്ട് അവന്റെ കണ്ടിട്ട് നമുക്ക് നെഞ്ച് പറയൊക്കെ തീരാ. ആ നെഞ്ച് നഗലമേ എന്താക്കട് എടുത്തു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു അടുപ്പുളു കോള് വെച്ചിട്ട് തീ കത്തുവട്ടം കൊത്തു ആ കോളുടെ എങ്ങനെ ആ തീ കത്തുവട്ടെ തീരിക്കണ അതുപോലെ ആയിട്ടിക്കട അവന്റെ അമല്ല ഉണ്ടല്ല അവന്റെ ആ നെഞ്ച് തീർക്കുന്നുണ്ട്. അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾ എടുക്കണ ഇബാദത്ത് എന്തിനേക്ക് ആ പഠിച്ച റബ്ബിന്റെ മേലെ വിശ്വാസം വെച്ചിട്ട് അവനെല്ലാം ഞങ്ങൾ ഇബാദത്ത് എടുക്കണ എന്തിനെ നിരീക്ഷ വെച്ചിട്ട് സ്വർഗത്തെ നിരീക്ഷ വെച്ചിട്ടായിട്ടിക്കണ സഹോദരൻ ഞങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തെ നിരീക്ഷ വെച്ചിട്ടായിട്ടിക്കണേ ആ സ്വർഗത്ത് പോകുന്ന അർഹമായ ആൾമറന്ന ആവണം. തൗഹീദ് ഉൾക്കൊള്ളത്ത് ഞങ്ങൾ ജീവിക്കണം. അള്ളാഹു അല്ലാത്ത ആരെ ആരാധിക്കുകയില്ല. അള്ളാഹു അല്ലാത്ത ആരെ ഇബാദത്ത് നടക്കുകയില്ല.
അള്ളാഹുടെ വിട്ട് അല്ലാണ്ട് ഒരു ദുആവില്ല. പ്രാർത്ഥന അള്ളാഹുടെ മാത്രം ഏറ്റിക്കിട്. അത് വലിയൊരു ആരാധന ഏറ്റിക്കിട്. ഇത് നമ്മൾ മനസ്സിലാക്കണേറ്റിക്കിട് സഹോദരന്മാരെ. പിന്നെ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ തന്നെ അള്ളാഹുടെ ആർക്കാരോ വിളിച്ചിരെ ഒരു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടായെങ്കിൽ അവന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വലിയൊരു പാണ്ഡിത്യം അവർക്ക് കൊടുക്കടാച്ചു. ഒരു ഖൈർ അവർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായെങ്കിൽ അള്ളാഹു ഞങ്ങളെ പലതരത്തിൽ പരീക്ഷയാക്കിയിട്ടുള്ളൂ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവിടുത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പല തരത്തിലുള്ള പരീക്ഷകൾ ഞങ്ങളെ ഈടാക്കിയിട്ടുള്ള അതിലാറ് സബർ ഉണ്ടായില്ല ചൊന്നോട്ട് അല്ലേ. ഒരു മുഅ്മിനീക്ക് ഒരു ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ എന്താക്കട, എന്തെങ്കിലും ഒരു കഷ്ടത്തെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അള്ളാഹു പരീക്ഷയാക്കണം അല്ലെ. ഒരു മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ച് അവിടുത്തോളം എന്തെങ്കിലും അള്ളാഹുടെ ആ പരീക്ഷ കണ്ടിട്ട് പിന്നത്തെ ചിരിക്കൊന്നിട്ടില്ലേ. ഇന്ന് ചില മനുഷ്യന്മാരെ വായിൽ പണ്ട ചില പഴക്കമുണ്ട്. ഒരു തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു ആളുകൾ രോഗം വന്നെങ്കിലാ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായെങ്കിലും അത് തമാശാക്കണമുള്ളൂ. അവന് വലിയ തൗഹീദിന്റെ ആളല്ലേ, അവന് അള്ളാഹുടെ കേൾക്കണവനല്ലേ, അവനത് ഇങ്ങനെ ആയിപ്പോയി അല്ലേ. അള്ളാഹു ചെമ്മ ക്രോധം അവിടെ പല കയറ്റിക്കിട്. അള്ളാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവിടുത്തോല അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചിട്ട് കായിക്കണം. അള്ളാഹു അങ്ങനെ നല്ല ഒരു ഖൈറായിട്ട് കൊണ്ടുപോകില്ല. ആയെങ്കിൽ അതൊക്കെ മുന്നേ അള്ളാഹു ഞങ്ങളെ ടെസ്റ്റ് ആക്കണം അല്ലെ. പലതരത്തെ ടെസ്റ്റ് കഴിഞ്ഞുപോയ നബിമാരെ അള്ളാഹു പരീക്ഷാക്കിട അല്ലെ. എങ്ങനത്തെ രോഗം കൊടുത്തിട്ട് പല തരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പരീക്ഷാക്കിട. ഞങ്ങൾ അവർ കണക്കല്ല അല്ലെ. കഴിഞ്ഞുപോയ എത്ര നല്ല നല്ല ആളുമാരെ, കഴിഞ്ഞുപോയ കുറെ നബിമാരെ ഏതുപോലെ ഹിംസ അങ്ങനെ ആളുമാരെ ശത്രുമാരെ ഹിംസ കൊടുത്തിട്ട് വലിയ ഗുണ്ടി തോണ്ടിട്ട് അതിലെ നിപ്പാട്ടിട്ട് ഇടി നേരെ ഗർഗാസിലും മുട്ടി ബാധാക്കിയതുമുണ്ട്. ഭയങ്കരമായ അത് ഐറ്റിക്കടല്ലേ അള്ളാഹുയുടെ പരീക്ഷ. നമ്മൾ കണ്ടതുപോലെ നബിമാരുടെ രോഗബന്ധങ്ങളുള്ളോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗത്തെ വിഷയം നല്ല ചരിത്രം പഠിച്ചതായിട്ടിക്കട അള്ളാഹു പരീക്ഷയാക്കിട അല്ലേ. അതിൽ വിജയിച്ചത് അള്ളാഹുട്ട് മാത്രമേ പ്രാർത്ഥിച്ചതായിട്ടിക്കട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷയാക്കിയ പല നബിമാരെയും അള്ളാഹു പരീക്ഷയാക്കിട. എന്ത് വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഞങ്ങളുടെ കൽബ് മാത്രം ചെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ കൽബ് കയറ്റിക്കിട, ഞങ്ങളെ അമൽ അള്ളാഹു നോക്കണേ, ഞങ്ങളെ കോലത്തിലല്ല, ഞങ്ങളെ ശരീരം ചെന്ന് അള്ളാഹു നോക്കണല്ല. لا ينظر الى اجسامكم ولا الى صوركم ولكن ينظر الى قلوبكم واعمالكم. അല്ലാഹു സുബ്ഹാനഹു വ തആല لا ينظر الى اجسامكم, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ബോഡി അല്ലാഹു നോക്കില്ല. ولا الى صوركم, നിങ്ങളുടെ കോലത്തെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കില്ല. ولكن ആയങ്ക അല്ലാഹു നോക്കണ ينظر ولكن ينظر الى قلوبكم, നിങ്ങളുടെ ഖൽബ് ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. വഅമാലിക്കും, അമലുകളായിട്ട് അല്ലാഹു നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഖൽബ് ശുദ്ധി ആവുന്നുണ്ടായെങ്കിൽ, അല്ലാഹുവിനെ മനസ്സിലാക്കുന്നുണ്ടായെങ്കിൽ അല്ലെ, ദീൻ എന്ന് മനസ്സിലാക്കുന്നുണ്ടായെങ്കിൽ, പരസ്പരം എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇൽമായിട്ടിക്കത്. അല്ലാഹു ഫസ്റ്റ് സ്റ്റാർട്ട് ആക്കിയത് ഇൽമ കൊണ്ടിട്ട് ഇൽമ നമുക്ക് അകറ്റായിട്ടിക്കത്. ആ ഇൽമ ഞങ്ങൾ പഠിക്കണോ, അതിന്റെ പഠിപ്പാട്ട് ഞങ്ങൾ കൊടുക്കണോ, ആ ഇൽമ പഠിക്കണമെങ്കിൽ ഞങ്ങൾ പ്രോത്സാഹനം ഞങ്ങൾ കൊടുക്കണോ. ഞങ്ങളെ ബാധ്യതയായിരുന്നു ദീനിയായ മതപരമായ ഇൽമുണ്ടല്ലേ, ആ ഇൽമു വേണ്ടിട്ട് ആര് സഹായിച്ചന, ആ അള്ളാഹുടെ മദ്രസ വേണ്ടിട്ട് ആ ഇൽമു പഠിക്കണ, ആ മദ്രസ വേണ്ടിട്ട് ആര് സഹായിക്കണ, അള്ളാഹുടെ പള്ളിക്ക് വേണ്ടിട്ട് ആര് സഹായിക്കണ, അതായിട്ട് സ്വതക്കത്തൻ ജാരിയ. ഒരിക്കലും മുറിഞ്ഞു പോവാത്തത്, ഒരിക്കലും മുറിഞ്ഞു പോവാത്തത് ഒന്നായിട്ട് സഹോദരൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദീനിയായ മതപരമായ ഇൽമു നമുക്ക് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസ്, قال رسول الله صلى الله عليه وسلم ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا الى الجنه. رواه مسلم. എന്തിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ, ആരെ ഇൽമുടെ തേടിയിട്ട് ഒരു തെരുവ് അവന് പോണ്ടണ, അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗ്ഗത്ത് കൊണ്ട് ആ തെരുവിനെ സുലാഭാക്കിട്ട് അല്ലാഹു കൊടുക്കണ ചൊന്നതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇൽമു പഠിക്കാൻ വേണ്ടിട്ട് എങ്ങനത്തെ കഷ്ടത്തെ തെരുവിലായെങ്കിലും ഇൽമു പഠിക്കാൻ വേണ്ടിട്ട് പോണ്ടിട്ടായെങ്കിൽ
ആ കഷ്ടമുള്ള നിവാരണ ആവുള്ളൂ സ്വർഗത്തെ കൊണ്ട് തെരുവ് അള്ളാഹു സുലാബാക്കിന്റെ കുടുംബം ചെയ്തിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നത്. അപ്പൊ ദീനിയായ ഇൽമ നമ്മ പഠിക്കണോ അല്ലെ? എത്ര ആൾ ഇൽമ പഠിക്കാത്ത ഉള്ളവരോ? ഇപ്പൊ എല്ലാത്തും സൗകര്യം ഉണ്ടോ? ഖുർആൻ ക്ലാസ് ഉണ്ടോ? ഹദീസ് ക്ലാസ് ഉണ്ടോ? ഇതെല്ലാം ഞങ്ങൾ ജീവിതത്തെ അങ്ങ് പകർത്തണായിട്ടിക്കട് അല്ലെ? ദീൻ എന്ന് ചൊന്നൊക്കെ മനസ്സിലാക്കുക, അതുകൊണ്ട് സാധ്യമാവുള്ളൂ അല്ലെ? എത്ര ക്ലാസ് ഉണ്ട്, ദീനിയായ എന്തെല്ലാം ഉണ്ട്, പ്രോഗ്രാം നടക്കരുത്. അതൊക്കെല്ലാം ഞങ്ങൾ പോയിട്ട് ആ ഇൽമ ഞങ്ങൾ പഠിഞ്ഞോളൂ. ആ ഇൽമ ഞങ്ങൾ പഠിഞ്ഞോളൂ. അത് നമുക്ക് ചെമ്മ അകത്യമുള്ളതായിട്ടിക്കട്. അത് ചെമ്മ ചില സന്ദർഭം നമുക്ക് ചെമ്മ ഉപായ അതുപോലെ ഉപകാരമുള്ളതുമായിട്ടിക്കട്. അതിനെ ഞങ്ങൾ പഠിച്ചോളായിട്ടിക്കട് ഇൽമയുടെ വിഷയത്തിൽ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചൊന്നത് ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എന്തിനെ ഇവിടെ ഈ ഇൽമ പഠിക്കുന്നത് മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലെ അത് കഡായായിട്ട് ചൊന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലെ ഇൽമ പഠിക്കുന്നത് കഡായായിട്ട്. ഇപ്പൊ എല്ലാത്തും സൗകര്യമുണ്ട് ഇൽമ പഠിക്കണമെങ്കിൽ. ഞങ്ങൾ അതൊക്കെ ടൈം വെക്കില്ലേ? ഇന്ന് ഞങ്ങൾ മൊബൈൽ പിടിച്ചിട്ട് നോക്കണമേ അശ്ലീലമായത് അകത്തെ ഇല്ലാതെ ഞങ്ങൾ നോക്കിട്ടില്ല. ദോശ പുരോട്ടല്ലേ അല്ലെ? ഞങ്ങളെ തിന്മ ഉണ്ടല്ല, ഞങ്ങളെ ആ കിതാബ് നിറഞ്ഞോട്ട് പോയി തിക്കട്. ഞങ്ങൾ ആക്കടെ പണി ഞങ്ങൾ നോക്കടെ മാത്രം, ഞങ്ങളെ കണ്ണുകൊണ്ട് നോക്കടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എല്ലാത്തെ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും ഖണ്ഡിതമായിട്ട് നിങ്ങളെ കേൾവി, നിങ്ങളെ കാത്, അതുപോലെ വൽ ബസർ നിങ്ങളെ കാഴ്ച കണ്ണ്, വൽ ഫുആദ നിങ്ങളെ ഖൽബിൽ എന്തെല്ലാം ഉദിച്ച് പണ്ട്, ഇത് എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നുണ്ടോ? എല്ലാം ഉണ്ടോ? അതൊക്കെ നമ്മൾ ഉത്തരം കൊടുത്തിട്ടേ ചെയ്യും. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങളെ നോക്കട്ടെ. ഞങ്ങ മൊബൈൽ ഞങ്ങൾ പിടിച്ചിട്ട് മൊബൈലോട്ട് പിടിച്ചിട്ടായെങ്കിൽ പിന്നെ ഏത് വേണ്ടോ അല്ലെ? ഭയങ്കര ഡേഞ്ചർ സാമാനായിട്ട് മൊബൈൽ ചൊല്ലത് ഉപകാര കൊണ്ടു ചെമ്മ ഉപ്പതറായിട്ട് അത് കൊണ്ടിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ചില മക്കളിലെ വടക്കായിട്ട് പോയ ചില മൊബൈൽ കൊണ്ടിട്ട് അല്ലെ? പ്രതിയൊന്നും മൊബൈൽ എടുത്ത് ഞങ്ങൾ കൊടുക്കട. മക്ക അശ്ലീലമായതെല്ലാം നോക്കിട്ട് പിടിച്ചിട്ട് എല്ലാ പടക്കത്തറും വലിച്ചിട്ടുണ്ടോ? ഇന്നൊക്കെ ചെമ്മ ഞങ്ങൾ ജാഗ്രത ആക്കുന്നതായിട്ടിക്കട്. ദീനിയായ ഇൽമു പ്രോത്സാഹം കൊടുക്കണം. മക്കോ ഞങ്ങൾ എങ്ങനെ ആഹാരം ഉണ്ടാക്കണം, ഞങ്ങൾ ഫുഡ് അമ്മക്കോ കൊടുക്കണമാ. അനക്ക് എങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എല്ലാം വേണമായപ്പോ ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കണമാ. അനക്ക് അകത്തുള്ള ഞങ്ങൾ എന്തെല്ലാം കൊടുത്തിട്ടുള്ളമാ. അതിന് എല്ലാത്തെ കാട്ടി വലിയായിട്ടിക്കട് ദീനിയായ ഇൽമു അനക്ക് പഠിപ്പാട്ടി കൊടുക്കുന്നത്, സംസ്കാര പഠിപ്പാട്ട്. അത് ഞങ്ങളിൽ വേണു. അത് നമുക്ക് പ്രയോജനമുണ്ടോ അല്ലെ? നാളെ ഞങ്ങൾ മരിച്ചു പോയണ്ടായെങ്കിൽ അല്ലെ, ഞങ്ങൾ എല്ലാം മരിച്ചു പോണ്ടെങ്ങ എല്ലാം അമല് മുറിഞ്ഞു പോവും. അവിടെ ഞങ്ങൾ അവിടെ ഇക്കത്ത് മൂന്നായിട്ടിക്കടെ എല്ലാം പൊറിഞ്ഞു പോവും അല്ലെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണേ ഹദീസായിട്ട് എന്റെ ഇദാ മാതൽ ഇൻസാനു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദഊ ലഹു. റവാഹു മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണേ ഹദീസായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഇദാ മാതൽ ഇൻസാനു ഒരു മനുഷ്യ മരിച്ചു പോയെങ്കിൽ ഇൻഖതാ അമലുഹു അവന്റെ എല്ലാ അമലും മുറിഞ്ഞു പോവും. അവന്റെ എല്ലാ അമലും മുറിഞ്ഞു പോവും. ഇല്ലാ മിൻ സലാസ് മൂന്ന് അമൽ പൊട്ടിട്ട്. മൂന്ന് അമൽ വർത്തന പൊട്ടിട്ടുണ്ടല്ലേ? വർത്തനപ്പെട്ട മൂന്ന് അമൽ മാത്രമേ ബാക്കി. അവിടെ ബാക്കി എല്ലാം മുറിഞ്ഞു പോവും. അതിൽ വന്നു അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ അല്ലെ? അള്ളാഹുടെ മദ്രസ ദീൻ പഠിക്കുന്ന മദ്രസക്ക് വേണ്ടിട്ട് അല്ലെ? ഞാൻ നയിച്ച ഒരു ഓഹാരി നല്ല മക്ക പഠിക്കണല്ല മദ്രസ കൊടുക്കണേ. അവർ നെയ്യത്ത് വേണോ? എന്റെ അള്ളാഹു ഞങ്ങളെ കാത്തുക വേറെ ഇട്ടോണ്ടിരിക്കട. ആ ബോധം ഞങ്ങൾക്ക് വേണോ? ഞങ്ങളെ കീസിന് ദീനിക വേണം. ഞങ്ങൾ എത്ര ചെലവാക്കട, അതിനെ കാട്ടി ഇരട്ടി ഞങ്ങൾക്കടാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കാത്തക ഇട്ടോണ്ടിരിക്കട. എവിടെ കുടുങ്ങിട്ട് പോയത് ഞങ്ങളുടെ വിജയം ഉണ്ടാവൂ. അത് എല്ലാം അള്ളാഹു കൊടുക്കട്ടെ. കട ചെന്നത് വിചാരിക്കണോ? ഖുർആനിൽ അള്ളാഹു ചെന്നതുപോലെ അത് അള്ളാഹു കൊടുക്കട്ടെ കടായിട്ട് അല്ലെ? അള്ളാഹു ചെന്ന അതല്ലേ? ആറ് അള്ളാഹു കട കൊടുക്കണോ? അങ്ങനത്തെ ഞങ്ങൾ ഡബിളായിട്ട് ഞങ്ങൾ കൊടുക്കണ. നിങ്ങൾ ഒരു 100 രൂപ നിങ്ങൾ അള്ളാഹുടെ ദീനിൽ ചെലവാക്കി നിങ്ങൾക്ക് അവിടെ 1,00,000 രൂപ അള്ളാഹു തരും നടക്കാത്ത ഭാഗത്തിൽ. അതായിട്ട് ഞങ്ങളെ വിശ്വാസം അള്ളാഹിന്റെ റസൂൽ എന്നൊക്കെ പഠിപ്പാടി തന്നത്. ആ നബിയുടെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ അത്രയും വിശ്വാസം നമുക്ക് വേണോ? ഞങ്ങളെ മക്ക പഠിക്കുന്ന കാലത്തോല നമുക്ക് അതിന് കൂലി കിട്ടിയോണ്ടിരിക്കും. അള്ളാഹുടെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ സഹായിച്ചുണ്ടായെങ്കിൽ അതിൽ അത്ര കാലം കിയാമത് നിസ്കരിച്ചു നമുക്ക് അതിന് പ്രതിഫലം ഉണ്ടാവും. അതായിട്ട് സ്വതക്കത്തൻ ജാരിയ എന്നൊന്നും മുറിഞ്ഞു പോവാത്തത്. ഇത് ഒരു മനുഷ്യരവിടെ ഉണ്ടുണ്ടായെങ്കിൽ മരിച്ചു പോയാലും എന്ന ഒരാമലും അന്നിട്ടുള്ളത് അതായിട്ടിക്കണം.
രണ്ടാമത്തത് ചൊല്ലത് അവന് പഠിച്ച ഇൽമായിട്ടിക്കടെ, അവന് പഠിച്ച ഇൽമുണ്ടല്ലാതെ ഞങ്ങത്തെ അത് നല്ല പ്രയോജനമുള്ളത് ഉപകാരപ്രദമായ ഇൽമായിട്ടിക്കടെ. അവനെ ഇൽമു പഠിക്കട, അവനെ ഇൽമു പഠിച്ചോണ്ടുള്ള ആ പഠിച്ച ഇൽമു പ്രകാരം അമലാക്കണ്ടുള്ള ആ ഇൽമിടെ അവന് ചൊന്നു കൊടുത്തോണ്ടുള്ള അങ്ങനത്തെ ഇൽമ ആ ഇൽമ കൊണ്ടൊരു പ്രയോജന ഇൽമ ഓർത്തിട്ട് ഉണ്ടിട്ടായെങ്കിൽ അവള് വിജയിച്ച. മൂന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കണത് മക്ക പോലെ നല്ല ശ്രദ്ധയോട് കേൾക്കണായത്. മൂന്നാമത്തെ അള്ളാന്റെ റസൂൽ സ്വാലിഹായ നഗലെ മക്ക, നഗലെ മക്കളെ ഞങ്ങൾ സ്വാലിഹായിട്ട് ഞങ്ങൾ വളർത്തിയെടുത്തുണ്ടായെങ്കിൽ, ഞങ്ങളെ മക്കളൊരു സ്വാലിഹായ ഒരു കിടാവാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്ര വലിയ ഭാഗ്യ. നാളെ ഞങ്ങളെ കൂടെ കിടതായിട്ടിക്കട. എന്തേ നന്റെ മക്ക സ്വാലിഹായ മക്ക ആയിട്ടുണ്ടെങ്കിൽ അവന് നല്ല ദീനിയായ ബോധനയോട് കൂടെ പറഞ്ഞ ആ കിടാവ് ഒരു സ്വാലിഹായ കിടാവ് ഉണ്ടായെങ്കിൽ അള്ളാന്റെ റസൂൽ ചൊത്തു ആ മക്ക അവന്റെ ഉമ്മപ്പ വേണ്ടി പ്രാർത്ഥിക്കണേ, അള്ളാഹു സ്വീകരിക്കണം. ഉമ്മപ്പമാരെ ഹയാത്തിൽ എന്തിനും മക്ക പ്രാർത്ഥിക്കണ സ്വാലിഹായ മക്ക, അതും അള്ളാഹു സ്വീകരിക്കണ. ഉമ്മ ബാപ്പമാരെ മരിച്ചു പോയുണ്ടായെങ്കിലും അങ്ങനതാ അവിടെ പൊട്ടുപോയ ആ സ്വാലിഹായ മക്കതാ ഉമ്മബന്റെ പടച്ച റബ്ബേ, നിന്റെ ഉമ്മബടെ ദോഷത്തെ മാപ്പാക്ക്, നിന്റെ ഉമ്മബടെ കബറിന് വിശാലമാക്ക്, നിന്റെ ഉമ്മ അബ്ബടെ നിനതാ സ്വർഗത്ത് കടത്ത് പടച്ചവനായിട്ട് ആ സ്വാലിഹായ മക്കത് പറഞ്ഞിട്ടായെങ്കില് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖായിബാക്കിന് മടക്കലെ അള്ളാഹു സ്വീകരിക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യം അവിടുത്തെ മാത്രം ബാക്കി അവിടെ അല്ലെ. സദഖത്തൻ ജാരിയ, അവന് പഠിച്ച ഇൽമ്, സ്വാലിഹായ മക്ക. അപ്പൊ ഈ മക്ക സ്വാലിഹ ഉണ്ടായി എന്താക്കണോ? ദീനിയായ ബോധന കൊടുത്തിട്ട് വേണോ. ദീനിയായ ബോധന കൊടുത്തെങ്കിൽ മാത്രമേ ആ മക്ക സ്വാലിഹായിട്ട് പറയാൻ സാധ്യമുണ്ടോ. അതിൽ സ്റ്റോപ്പ് ആക്കുമ്പോട്ടൊക്കെ ഞങ്ങൾ തീരാ ദീന് വേണോ. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾ പോണ്ട, സ്കൂൾ അകത്തേ ഉണ്ട്. ദുന്യവിയായ ഒരു ജീവിതത്തിന് സ്കൂളിലൂടെ വേണം. ഇപ്പൊ ആയെങ്കിലാ യാറ മഹത്വമുള്ളത് ഇവിടെ ഞങ്ങൾ നല്ല പ്രയോജനപ്പെട്ടത് ദുനിയാവും ആഖിറത്ത് പ്രയോജനമുള്ളത് ദീനിയായ ഇൽമായിട്ട്. ഇതിനെ മുട്ടിട്ട് കളി വേണ്ട. ഒരു മനുഷ്യ ദീനിയായ ഇൽമു പഠിക്കട, അവന് ഖുർആൻ കണ്ടപാട്ടാക്കിക്കൊണ്ടിരിക്കട. എന്നെങ്കിലും അവന്റെ തലയിൽ അതാ ഖുർആൻ ഉണ്ടല്ലോ, അവന്റെ കണ്ടപാട്ടായിട്ടുണ്ട്, ഖുർആൻ അവന്റെ തലയിൽ കൊണ്ടുണ്ടായെങ്കിൽ അവന് ഏത് സ്കൂളിൽ ഏത് എക്സാം വേണേ എഴുതട്ട് പെട്ടെന്നാണ് ഓർമ്മ പറൂ. എല്ലാ ഇൽമോന്റെ തലക്ക് പത്രം ദീനിയായ ഇൽമോനിട്ട് ഒന്നുണ്ടായെങ്കിൽ ബാക്കി എല്ലാ വിഷയവും തലക്ക് പോണ്ടോ. ദീനിയായ ഇൽമു വേണിച്ചില്ല അത് കഴിച്ചിട്ട് ആ ഇൽമു ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണം. ഇത്തിക്കട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരിമാരെ, അല്ലാഹുവിന്റെ ആദേശ നിർദ്ദേശത്തെ ജീവിതത്തിൽ അളവടിച്ചിട്ട് തഖ്വത്തോടു കൂടെ ജീവിക്കണം. അതുപോലെ അമലാക്കണം. ചെന്നിട്ട് രണ്ടാമതായിട്ട് നിന്നെ മറക്കാണ്ട് നിങ്ങളോട് ഞാൻ ഓരോരുത്തരോട് ഉപദേശാക്കിട്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ദീനിയായ ഇൽമിനെ സംബന്ധിച്ചായിട്ട് ഞങ്ങൾ പലക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദീനിയായ ഇൽമു പഠിക്കവു പ്രതീവർത്തറും അവന് മുന്നോട്ട് ഹജ്ജബിച്ചിട്ട് പറഞ്ഞായിട്ടിക്കട്ടെ. അവനതിന് മുന്നാൾ മുൻചൂടിൽ അവനെ വേണായിട്ടിക്കട്ടെ. ഇൽമു ചൊല്ലത് ഞങ്ങളെ മുട്ട ബണ്ടല്ലേ, ഞങ്ങൾ അതിരെ മുട്ട പോണു. ഇൽമിനെ ഞങ്ങൾ തേടിയോണ്ട് പോണു. ഇൽമു ഞങ്ങളെ മുട്ട പറഞ്ഞേ, ഇൽമു ഞങ്ങളെ മുട്ട പറഞ്ഞ അവര് ഞങ്ങൾ തേടില്ലെങ്കിൽ അത് ഞങ്ങൾ വിട്ടുപുട്ട് ഞങ്ങളെ വിട്ടു പോണ്ടത് യാതൊരു സംശയമില്ല. അപ്പൊ ദീനിയായ ഇൽമു അതിനെ മുട്ട ഞങ്ങൾ പോണം. അത് രണ്ട് കൈ നീട്ടിട്ട് അതിനെ ഞങ്ങൾ എടുത്തോളായിട്ടിക്കും. അപ്പൊ ആ ദീനിയായ ഇൽമായിട്ടിക്കണം ഞങ്ങൾക്കൂടെ പ്രയോജനമുള്ളത്. പിന്നെ അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുകൂടെ ഇന്നൊരു മൂത്ര അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുടെ അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم لا حسد إلا في سنتين رجل أعطاه الله مالا فسلط على هلكته
ഫിൽ ഹഖി വറജുലുൻ ആതാഹു അല്ലാഹുൽ ഹിക്മത ഫഹുവ യഖ്ദി ബിഹാ വയുഅല്ലിമുഹാ. എന്നിവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രണ്ട് വിഷയത്തിലല്ലാണ്ട് നിങ്ങൾ അസൂയപ്പെടകുതീരാ. രണ്ട് വിഷയത്തിലല്ലാണ്ട് നിങ്ങൾ എന്താ അസൂയപ്പെടകുതീരാ. അള്ളാഹു ഒരു വ്യക്തിക്കുള്ള നല്ല സമ്പത്തിനെ കൊടുത്തിട്ടാണോ അതിന് സത്യമാർഗത്തിൽ നേരായ മാർഗത്തിൽ ചെലവാക്കണം എന്തായെങ്കിൽ അത് അവന്റെ കഡായ അവൻ്റെതാക്കിട്ട് വിട്ടുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾ ചൊന്നതുപോലെ പുറത്തൊക്കെ നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്ത അതിന് ദീനിയായ നിലക്കുള്ളതിന് ചെലവാക്കണ്ടിരിക്കുമ്പോ അവന്റെ കണ്ടിട്ട് നാം അതുപോലെ ആവണോ. ഈ ഹസൻ അല്ലാത്ത വേറെ ഹസൻ നമുക്ക് ഉണ്ടാവോ തീരാ, അസൂയ ഉണ്ടാവോ തീരാ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അതേപോലെ ഇന്നൊരു വ്യക്തി അള്ളാഹു ഹിക്മത്തിനെ കൊടുത്ത ശരീഅത്തിലെ ജ്ഞാന ഇൽമുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അതേ പ്രകാരം വിധി കൊടുത്തോണ്ടോ അതിന് ആൾമാരെ അതിനെ പഠിപ്പാട്ടി കൊടുത്തോണ്ടോ നീക്കിട. അതേപോലെ പിന്നൊത്ത് അതേപോലത്തെ ആഗ്രഹമായിട്ടിക്കട് ആ നഞ്ചി ആ അസൂയ അല്ലാത്ത വേറെ ഒരു അസൂയ ഉണ്ടാവുക തീരാ ചൊന്നിലൂടെ പഠിപ്പാട്ടതായിട്ട്. അപ്പൊ പുറത്ത് ദീന് പഠിക്കുന്ന വിഷയത്തിൽ എത്ര ചെറിയ മക്കളോട്ട് പോയിട്ട് വേണമെങ്കിൽ ദീന് നമ്മൾ പുറത്തില്ലാത്ത ദീനെ നമുക്ക് പഠിക്കാം. ചങ്കക്കാട്ടോ ഇല്ല ദീന്റെ വിഷയത്തിൽ ചങ്ക ചൊല്ലുന്നതില്ലേ ഇല്ല. ഏത് നമുക്ക് കൊന്തല്ല ആ വിഷയത്തിൽ കേക്കിടക്ക് ആറ് ചങ്കക്കാട്ടോ നമുക്ക് വയസ്സായിട്ടല്ലേ നന്റെ കാട്ടി ശരിയാണ്ടോ നാന്ന് കേക്കിടമ്മ ഇല്ല. ദീന്റെ വിഷയത്തിൽ ഒരു അങ്ങനത്തെ ഒരു വേറെ ആറ് പറവ് തീരാ. എന്തേ നമുക്ക് ഇൽമ മുഖ്യമായിട്ട് ചിലപ്പോ ഞങ്ങളെ കാട്ടിയാറ് ഞങ്ങളെ മക്ക ചെറിയ ചെറിയ മക്കൾ ഞങ്ങളെ പഠിച്ചിട്ടിക്കോ. ചിലപ്പോ അങ്ങനത്തെ ഇൽമ മക്കളെല്ലാം ഉണ്ട് ഇപ്പൊ. അപ്പൊ ആ മക്കളോട് വെച്ചിട്ട് ഇൽമ നിങ്ങൾ കേൾക്കണോ. നമുക്ക് ഇൽമ പഠിക്കോ സുലാഭം ഉണ്ടോ. ഞങ്ങൾ ടൈം അതൊക്കെ മാത്രമേ മീസലാക്കലത്രേ. ഞങ്ങളെ മക്ക മദ്രസ പോയിട്ട് അവത്ത് വരുമ്പോ മക്കളോട് നിങ്ങൾ ആരും കേൾക്കില്ല. ഇന്ന് ഏത് സബ്ജക്ട് ഏത് പഠിച്ചേ നീന് ഇന്നത്തെ വിഷയം എന്തിനെ മോണോ അല്ലെങ്കിൽ ഇതിന്റെ വിഷയം എന്തിനെ മോള് ചെന്നിട്ട് ഞങ്ങൾ ആരും കേൾക്കില്ലേ. എന്തേ അത് ഞങ്ങൾ കേൾക്കണം. അപ്പോ മക്ക ഒരു പേടി ഉണ്ടാവുള്ളൂ. മക്ക അതൊരു പഠിച്ച പോലെ മക്ക ഒരു പാട്ടാവുള്ളൂ. നമുക്കൊരു ഇൽമ കിട്ടിയ പോലെ ആവും. ആ ഇത് എപ്പോ നമുക്ക് വേണം അങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ നോക്കില്ലേ ഞങ്ങൾ മക്ക ദർസ് പോകുമ്പോ മക്കളുടെ എല്ലാ ബുക്സ് പീഠോപകരണം എന്തിനുണ്ടു ആ ഉപകരണങ്ങൾ ഉണ്ടായില്ല ഞങ്ങൾ നോക്കണമില്ലേ. അല്ലെ ദർസ് ബുക്ക് പറയുമ്പോൾ മക്കളെ ബാഗ് ഞങ്ങൾ നോക്കണമില്ലേ. ആ ബാഗിൽ എന്തിനെല്ലാം ഉണ്ടോ അകത്തില്ലാത്ത എന്തിനെല്ലാം ഉണ്ട് ദർസ് പറയുമ്പോൾ നോക്കണോ അവർക്ക് എത്തുമ്പോ ബാഗ് ചക്കാക്കണം. എന്നിട്ട് കേൾക്കണോ നിന്നെ ഏതുണ്ട് നിനക്ക് സബ്ജക്ട് ഉണ്ട് ഏത് സബ്ജക്ട് ചെന്ന് കേൾക്കണം. മക്കൾക്ക് ശരിയായ ഉത്തരം തന്നില്ലണ്ടായെങ്കിൽ ഉസ്താദുമാരെ പോയിട്ട് വീട്ടാവണോ. ഉസ്താദുമാരെ സമ്പർക്കം എപ്പോഴും വേണോ അല്ലേ. അതോടെ എൽമ കിട്ടുക വലിയോറോ ചെറു അതുമായിട്ടിക്ക് ഉസ്താദുമാരെ സമ്പർക്കം എപ്പോഴും വേണം. ഉസ്താദുമാരുടെ പരസ്പര സ്നേഹത്തോടെ കളിച്ചിട്ട് അങ്ങോട്ട് കേട്ടോണ്ട് വേണം മക്കളുടെ വിഷയം. മക്കൾക്ക് ഒരു പേടിക്ക് അത് മക്കൾക്ക് ഒരു പേടിയാക്കുന്നുണ്ട്. ബാപ്പ പോയിട്ട് ഉസ്താദ് വിഷയം കേൾക്കുന്ന പേടി ബോധം നമുക്കുണ്ടാവും. അതെല്ലാം ഞങ്ങളിൽ വേണോ. മക്കളെ ആളുകൾ ഞങ്ങൾ വിട്ടുപിടോ തീരെ. ഇന്ന് ഞങ്ങളെ കണ്ണു മുന്തല്ല കണ്ടോട്ടുള്ളത് അങ്ങനത്തെ അല്ല അല്ലെ ഡേഞ്ചർസ് മക്കളെ അവസ്ഥ ഞങ്ങൾ ചമ്മ ജാഗ്രത ആക്കും. ഞങ്ങളെ ഇന്റെ നാലെല്ലാം മരിച്ചു പോകേണ്ട കയറ്റിക്കണം. ഒന്നാമത്തെ ഞങ്ങളെ മക്ക കൊണ്ടല്ലേ തൗഹീദിനെ ആ എൽമ നമുക്ക് ചെന്ന് കൊടുക്കണം. തൗഹീദ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ കൊടുക്കണോ. ശിർക്ക് എന്ന് വെച്ചാൽ അതിന്റെ വിഷയത്തെ ഞങ്ങൾ പഠിപ്പാടി കൊടുക്കണോ. ഇന്ന് ചില മക്ക തൗഹീദിനെ മദ്രസ് ബണ്ടറെ വേണ്ടാത്ത ബിദ്അത്തായ കാര്യത്തും പോയിട്ട് കുട്ട മക്ക ഉള്ളൂ. ആ ചില മക്കളെ ബാപ്പന്മാര് അങ്ങനെ പേരൻസുമാര് അങ്ങനത്തെ ആ ഖുറാഫത്ത് കൂട്ടങ്ങൾ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവോ തീരാ. രണ്ട് വാടത്തെ കാല് വെക്കോ തീരാ. അത് ചിലപ്പോ മുങ്ങിട്ടേ പോണ്ടത് അവന് കീഴേ പുള്ള. രണ്ട് വാടത്തെ കാല് വെച്ച് അവന് കീഴല്ലേ പുള്ളേ. നേരിട്ട് ഒരേ വാടത്തിലാണ് നിക്കട്ട് പോകുമ്പോ കൂടെ ദീനിയായ മതപരമായ തൗഹീദിന്റെ മദ്രസ വന്നിട്ട് ഇൽമ പഠിക്കുന്ന ആ മക്ക പഠിക്കുമ്പോ അതേ മക്കൾ നിന്നവിടെ മൂന്ന് ചോറുണ്ട് ഭാഷ നിന്നാവാം. അവിടെ കുത്തിവെത്തുള്ള ഐക്യത്തിന് പോയിട്ട് പാലാ. അപ്പോൾ അവിടെ ദർഗത്ത് ഉറുസുണ്ട് അവിടെ പോയിട്ട് പാ. നാലും പണ്ടിട്ട് ഭർത്താവ് അവിടെ എത്ര ബാലൻസ്മാരുള്ള അങ്ങനത്തെ ഒരു തപ്പേറോ മക്കളെ കൊണ്ടിട്ടതാ ദുർമാർഗത്തെ കൊണ്ടുപോണ്ടതായിരിക്കും. ഇതിന് വിശദ ഭാര്യ ജാഗ്രത ആക്കണോ അല്ലെ. പ്രതി ഓരോരുത്തർക്കും ശിർക്ക് എന്ത് ചെന്നെങ്കിൽ തൗഹീദ് ചെന്ന് പ്രതി ഒരു മനുഷ്യനത് ഡെയിലി നടപ്പാക്കോ എന്റെ പേര് അല്ലെ. എമ്പ് ഞങ്ങളെ മേലെ അങ്ങനെ പറ്റിയൊന്നും പണ്ട് അതുപോലെ ശിർക്ക് ഞങ്ങളെ മേലെ വന്നിട്ടിരിക്കും. ഇതിന് വിഷയം നമ്മൾ ചെന്ന് കൊടുത്തോണ്ടേ വേണോ സഹോദരന്മാരെ. നമ്മളെ മക്കളെ ദീനിയായ ഇൽമ പഠിക്കുമ്പോൾ അവർക്ക് ചെല്ലണോ അല്ലെ. എന്തേ മക്കളുടെ ശിർക്ക് എന്തിനെ ചൊന്നാ പഠിപ്പാടി കൊടുക്കണോ. തൗഹീദ് ചെന്ന ഏത് ചൊന്നത് എല്ലാം ഞങ്ങൾ പഠിപ്പാട്ടി ഞങ്ങളെ ബാധ്യത എത്തിക്കണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ കരുണ ഉള്ളവനായിട്ടിക്കണ ഇത് നമ്മൾ മനസ്സിലാക്കണം.
അള്ളാഹു അവന്റെ അടിമകളോട്ടൊന്നുള്ള കരുണവുള്ളവനോ, പ്രത്യേകമായിട്ട് മോമിനികളെ സംബന്ധിച്ചവിടെ അള്ളാഹു ജന്മ കരുണവുള്ളവനായിട്ടിക്കണം. അങ്ങനത്തെ കരുണയ്ക്കുമ്പത്തുകയും അള്ളാഹുടെ വിട്ടിട്ട് അള്ളാഹു അല്ലാത്തങ്ങളെ ആരാധിച്ചിട്ടുള്ള മനുഷ്യന്മാരെ അവസ്ഥ എന്തായി പോകും നാം മനസ്സിലാക്കണം. അള്ളാഹു അവന്റെ അടിമനാക്കെ തപ്പ് ചിലപ്പോ അള്ളാഹു മാപ്പാക്കി കൊടുക്കുവാണ് ഉദ്ദേശിച്ചെങ്കിൽ, മാത്രമാ അള്ളാഹു മാപ്പാക്കാത്ത ഒന്നുണ്ട്, അത് ശിർക്കായിട്ടിക്കണം. അത് ശിർക്കായിട്ടിക്കണം. സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹു സഹഭാഗിയാക്കണ്ടായെങ്കിൽ, ശിർക്കാക്കണ്ടായെങ്കിൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹു ചൊല്ലേ സൂറത്തുൽ മാഇദ, കുർബാനി നോക്കറ സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്ത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആരെങ്കിലും പഠിച്ച റബ്ബുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലികൾ ആ റബ്ബുകൊണ്ട് സഹഭാഗിയാക്കണ്ടായ, ഒരു ശിർക്കാക്കണ്ടായെങ്കിൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗ ഹറാം, അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധ, പിന്നെ സ്വർഗ്ഗത്തിൽ പോകില്ല. പിന്നെ എവിടെ പോണ്ടേ? അവന്റെ പ്ലേസ്, അവന് പോണ്ട പ്ലേസ് ഏത്? അവന്റെ പാർപ്പിടതാ മറകായിട്ടിക്കടേ. ഇങ്ങനത്തെ ഈ അക്രമിയായ ഈ ശിർക്കാക്കട ഈ അക്രമിയുള്ളല്ലേ, അവന് നാലവിടെ സഹായിക്കുക. ആറോ ഇക്കല ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദത്തോടുകൂടെ 25-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നും നല്ല കൂട്ടുകുടുംബത്തിൽ ശിർക്കാക്കനെങ്കിൽ ചെന്ന് കൊടുക്കണോ? നല്ല മനസ്സമാധാനത്തോടെ നല്ല ശാന്തമായിട്ട് ചെന്ന് കൊടുക്കണോ? ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ഇപ്പൊ നമ്മ അതുപോലെ ഖുറാഫാത്തിൽ പൊങ്ങിട്ടിരുന്നല്ലേ, ഞങ്ങൾ ശിർക്കാക്കണ്ടിരുന്നല്ലേ, അതേ ഒരു നനപ്പ് വെച്ചിട്ട് ഇന്ന് ശിർക്കാക്കിട്ടുള്ള ആൾമാർഗും വിദ്യാത്താക്കളുടെ ആൾമാർഗും നല്ല മനസ്സോടുകൂടെ ഞങ്ങൾക്ക് നല്ല അങ്ങ് സ്വീകരിക്കുന്ന പോലെ ഞങ്ങൾക്ക് എന്താക്കുന്ന ഉപദേശാക്കുന്നു. വ്യക്തമായി നീ നരകത്ത് പോണ്ടാവണില്ല, നീ കാഫിറല്ല എടുത്തിട്ട് ആ ശബ്ദം ഉച്ചാരണ ഇല്ലേ? അള്ളാന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നിട്ടില്ലേ? അങ്ങനത്തെ ഒരു പദപ്രയോഗം ഞങ്ങൾ പറഞ്ഞു തീരാ ശാന്തമായിട്ട്. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ ഫാമിലി ആർമേനാവട്ടു അങ്ങ് ശിർക്കിൽ ഉണ്ടായെങ്കിൽ ഉണ്ടല്ലേ, ഇതുപോലത്തെ ശിർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ആയത്ത് ഓതിട്ട് കൊടുക്കറു സമാധാനത്തില്. അങ്ങ് സ്വീകരിച്ചില്ലല്ലേ ചെന്നിട്ട് ആര് ബേജാറാവണ്ട. ആ ദാവാക്കാരെ നിങ്ങൾ ഇപ്പോട്ടതും വേണ്ട, നിങ്ങൾ ചൊന്നു കൊടുത്തോണ്ടേ വേണം. എന്തേ? നിങ്ങൾ ചൊന്നു കൊടുത്ത കൂലി ഉണ്ടല്ലോ, അത് ഒരിക്കലും എവിടെ പോകണില്ല. ആ കൂലി നിങ്ങൾക്ക് ഉണ്ട്. അങ്ങ് സ്വീകരിക്കാണ്ടിരിക്കട്ടെ. ഞങ്ങളെ കൊണ്ടിട്ട് ഒരാളെ ഹിദായത്താക്കാൻ സാധ്യതയില്ല. ഹിദായത്താക്കണവണോ പഠിച്ച റബ്ബല്ലാണ്ട് വേറെ ആരെ കൊണ്ട് സാധ്യത ഉണ്ടാവല്ലേ? ഇന്നങ്ങ് ബലത്കാരാക്കുകയില്ലേ? ലാ ഇക്റാഹ ഫിദ്ദീൻ, അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നത്. ദീനിലൊരു ബലത്കാരം ഇല്ലേ? അവനായിട്ട് വന്നു, അവനായിട്ട് വിശ്വാസമായിട്ട് അവനെ അള്ളാഹുടെ ദീനിൽ കടന്നു പറഞ്ഞു. മാത്രമാ ദീനിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾക്ക് ഞങ്ങൾ ചൊന്നു കൊടുക്കണോ? അങ്ങനെ എത്ര ഞങ്ങൾക്കുണ്ടല്ലേ പ്രതികാര ഹിംസ ഞങ്ങൾക്ക് അങ്ങ് ആക്കേണ്ടായെങ്കിലും നല്ലതേ ഞങ്ങൾ ചൊന്നു, നല്ല ഞങ്ങൾക്ക് അർസപറവ് തീരാ അത് ചൊന്നു കൊടുക്കണം. ഹിദായത്ത് പഠിച്ച റബ്ബിടെ കൊണ്ട് മാത്രമായിട്ടിരിക്കണം ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ അങ്ങനെ ആയിട്ടിക്കണ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അല്ലേ? അള്ളാഹുടെ അടിമകൾ വെച്ചിട്ട് അള്ളാഹുടെയാണ് പേടിക്കണങ്ങാറ് ഇൽമുള്ളങ്ങ. മുണ്ടാസ് കെട്ടി ഡ്രസ് ബെൽറ്റ് ഡ്രസ് ഇട്ട് അവിടെ ഇൽമുല്ലവന് നിന്നിട്ടല്ല, പാൻറ് ഇട്ട് അവനോ ഇൽമു പഠിച്ചിട്ടിക്കട, അവനോ ഇൽമുണ്ട് ചൊല്ലേ, അവന്റെ ഉലമാണ്ട് ചൊല്ല, അവനോ ആലിമുണ്ട് അവന്റെ ചൊല്ലാവുള്ള ഇൽമുള്ളവന്റെ ആലിമു ചൊല്ലേ, ഇൽമു പഠിക്കാത്തവന്റെ ജാഹിലുണ്ട് ചൊല്ലേ. അത്രമേ, അത് പറിച്ചലല്ല. ജാഹിൽ ചെന്നെങ്കിൽ ജാഹിൽ ചെന്നെങ്കിൽ ഇൽമില്ലാത്തവനു, ആലിമു ചെന്നെങ്കിൽ ഇൽമുല്ലവനു. അപ്പൊ ഇൽമുണ്ടെങ്കിൽ അള്ളാഹുടെ പേടിയുണ്ടാവും. അതായിട്ട് ഇങ്ങനെ സഹോദരൻ ഞങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ നമ്മുടെ മനസ്സിലാക്കണു, അള്ളാഹുടെ ദീനിൽ ഞങ്ങൾ പഠിക്കണു, അതിൽ ഞങ്ങൾ പഠിപ്പാറ്റി കൊടുക്കണായിട്ട് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്ത് ദീനിയായ സംബന്ധിച്ചിട്ട് വിഷയപ്പൽക്കാരുടെ ഒരുപാട് വിഷയവും ഈ ചെറിയൊരു ടൈം കൊണ്ട് അത് തീരവുകൊണ്ടല്ലേ. അപ്പൊ നന്നായിട്ട് ഇൽമു പഠിക്കണോ, ഖുർആൻ ഓതണോ, ഖുർആന്റെ അർത്ഥത്തോടു കൂടെ ഖുർആനുണ്ടോ ഹദീസുണ്ടോ, ഹദീസിന്റെ അർത്ഥത്തോടു കൂടെ എല്ലാം പഠിക്കാൻ വേണ്ട സൗകര്യമുണ്ട്. ഇന്ന് മൊബൈലിൽ വേണമെങ്കിൽ മൊബൈൽ വാട്സാപ്പിൽ വേണമെങ്കിൽ എല്ലാ ഇൽമു പഠിക്കുന്നതുണ്ടോ. അത് വിട്ടിട്ട് അശല്യമായി ഞങ്ങൾ നോക്കാൻ പോണ്ട. അത് പഠിച്ച ഒരു പ്രതിഫല കൂലിയായി കിട്ടൂ. ഞങ്ങളുടെ ഇൽമു കിട്ടി ഞങ്ങളുടെ ആലിമായിട്ട് പോകും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദീനിയായ ഇൽമു പഠിക്കണു, ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി നല്ല സംസ്കാര പഠിപ്പാട്ടിട്ട്
നല്ല ബോധന കൊടുത്തിട്ട് ആ മക്കളെ ഒരു സ്വാലിഹായ മക്കളാക്കി ഞങ്ങൾ തീർക്കൊണ്ടായിട്ടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ വന്നുപോയിട്ടുള്ളേ ചെറിയതും വലിയതായ എല്ലാ ദോഷത്തെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. അവന്റെ സ്വാലിഹായ അടിമകൾ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. പെട്ടെന്ന് സംഭവിച്ചു പോകേണ്ട മരണത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നിട്ട് അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ രോഗം കൊണ്ടിട്ട് ഒരുപാട് ആൾമാർ രോഗം കൊണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളവർ ഷിഫാന്റെ ദ്വാരപ്പുഴ ചെന്നിട്ട് വശീയത്താക്കുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്ത് രോഗമുണ്ടെങ്കിലും പഠിച്ചറപ്പ് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ ഉള്ളത് ഈ ദീനിയായ സംബന്ധിച്ചിട്ട് 2 കോളേജിനെ സംബന്ധിച്ചായിട്ട് ഞങ്ങൾക്ക് പറയുള്ളത്. 2 കോളേജ്, അതായത് ദാറുൽ ഉലൂം വുമൻസ് അറബിക് കോളേജ് തലപ്പാടി വുമൻസ് കോളേജ് ആയിട്ട് മക്കളെ ಅದಕ್ಕೆ ಬೇರೆಟ್ಟು ಈ ದೀನಿಯಾಯ ಇಲ್ಮು ಪಡಿಕೊಂಡು നല്ല ಇಲ್ಮು കിട്ടിയ മൊത്ത പ്ലേസ് എല്ലാം ആയിട്ട് ആ കോളേജുകളെല്ലാം ಸೇರ್ಬಿಟ್ಟನು. അഡ്മിഷൻ ഓപ്പൺ ആയിരಲ್ಲ തലപ്പാടിയിൽ. അതേപോലെ പിന്നൊന്നു ദാറുൽ ഖൈർ എഡ്യൂക്കേഷൻ അക്കാഡമി മഞ്ചിൽ ഉള്ളത്, അതും അഡ്മിഷൻ ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ട്. പിന്നെ 12 താരീഖ് അവിടെ മീറ്റിംഗ് ഉണ്ട്. മക്കളിനെ ചേർപ്പടാക്കണം, SLC ആയ മക്കളെ കൂട്ടിയോ പോയിട്ട് അവിടെ ചേർപ്പടാക്കണമെങ്കിൽ ഒരു മീറ്റിംഗ് എല്ലാം അവിടെ വെച്ചത്. ಅದಕ್ಕೆ എല്ലാവരും പോയിട്ട് നിങ്ങളെ മക്കളെ കൂട്ടിയോ പോകണു. അവിടെ പോയിട്ട് എല്ലാവരും നിങ്ങൾ എന്താക്കണു, ആ മക്കളെ ചേർപെട്ടു ആ മീറ്റിംഗിൽ പോയിട്ട് നിങ്ങൾ എന്താക്കണു കൂടെ നയിട്ടിക്കണം. അതൊരു PTA മീറ്റിംഗ് ആയിട്ടിക്കണം. എല്ലാവരും അത് പോയിട്ട് സഹകരിക്കണം ആയിട്ടിക്കണം. ചെന്നെങ്കിൽ നല്ല ഇൽമ കിട്ടിയ വിഷയത്തായിട്ട് ഇതിലാരും കൈപിടോ തീരാം. ഒരു 2 ഇൽമ കിട്ടുള്ള പ്ലേസ് ആയിട്ടിക്കട് മക്കളെ ഒരു സ്വാലിഹായിട്ട് തെരഞ്ഞെടുക്കുള്ള ഈ പ്ലേസ് ആയിട്ട് ഈ കോളേജ് അല്ല. ಇದಕ್ಕೆಲ್ಲ മക്കളെ ചേർപെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹായ മക്കളാക്കിയിട്ട് അള്ളാഹു ഞങ്ങളെ മക്കളെ തീർക്കട്ടെ. അതേപോലെ ഞങ്ങളെ ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് ഞങ്ങളെ കുടുംബത്തില് മാരകമായ രോഗം കൊണ്ടിട്ട് ഹോസ്പിറ്റലിലും ഔത്തിലും ഇറങ്ങിയിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും എന്ത് രോഗമുണ്ടെങ്കിലും പഠിച്ചറപ്പ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ ബാലക്കാരന്മാർ ജയിലിലായിട്ട് കിടന്നിട്ടുണ്ട്. സമുദായത്തെ ശബ്ദിച്ച ഒരു കാരണം കൊണ്ടിട്ട് അനാംശമായിട്ട് ആരോപത്തിൽ ബന്ധനാക്കിയിട്ട് ജയിലിലുള്ളവർ കഴിഞ്ഞിട്ടുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഞങ്ങളെ മുസ്ലിം ബാലക്കാരന്മാരെ എത്രയോ പെട്ടെന്ന് നിരപരാധിയായിട്ടുള്ളേ വിടുകടാൻ ഉണ്ടാവട്ടെ. അതേപോലെ മൈഷത്തിൽ തെറുക്ക് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട ഞങ്ങളെ മുസ്ലിം സഹോദരന്മാർ മൈഷത്തിൽ തെറു നയിപ്പില്ലാണ്ട് കഷ്ടത്തിലുള്ള ഉള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഞങ്ങളെ മുസ്ലിം സഹോദരന്മാർക്കും നല്ല നയിപ്പ് അള്ളാഹു നല്ല ഹലാലായ നയിപ്പിടെ മൈഷത്തിൽ തെറു അള്ളാഹു കാട്ടിക്കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങൾ എന്നിട്ട് ഒരുപാട് ആൾ മരിച്ചുപോയുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. ഞങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم انصر جيوش المسلمين في كل مكان. اللهم اصلح احوال المسلمين في كل مكان. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم منزل الكتاب سريع الحساب. اللهم اهزم الاحزاب. اللهم اهزمهم وزلزلهم. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.